ഹായ് വ്യൂവേഴ്സ്, ആർ ജെ തേര അവർ ട്രാവൽ പാർട്ട്ണറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് വ്യൂവേഴ്സ്, ഞങ്ങളുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ ആണ്. അപ്പം നമുക്ക് കുറേ മീൻ കിട്ടിയിട്ടുണ്ട്, കരിമീൻ കിട്ടിയിട്ടുണ്ട്. നാട്ടിൽ വന്നപ്പം ഇപ്പം കുറച്ച് കരിമീൻ കിട്ടി. അപ്പോൾ അങ്ങനെ നമ്മളതിനെ കറി വെക്കാൻ തുടങ്ങിയിട്ട് ഞാൻ ഈ മീൻ ആദ്യമായിട്ടാണ് വാങ്ങിക്കുന്നതും കറി വെക്കുന്നതും. എനിക്കറിയത്തില്ല അതെങ്ങനെയാണ് വെക്കുന്നതെന്ന്. പിന്നെ യൂട്യൂബിനകത്തൊക്കെ കുറച്ച് വീഡിയോ ഒക്കെ നോക്കിയിട്ട് എൻ്റേതായ രീതിയിൽ അങ്ങ് വെക്കാമെന്ന് വിചാരിച്ച്. വൃത്തിയാക്കിയെടുക്കാൻ ഭയങ്കര പാടായിരുന്നു. കറി വെച്ചതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണ് നോക്കട്ടെ. കയ്യിലൊന്നും മുള്ളു കൊള്ളാതെ ഇത് വൃത്തിയാക്കി എടുക്കാൻ കുറച്ച് പാടുപെടും. പിന്നെ പതുക്കെ അത് കഴുകിയൊക്കെ എടുത്ത്, ഈ കരിമീൻ കൂടുതലും എല്ലാവരും തേങ്ങാപ്പാൽ ഒഴിച്ച് വയ്ക്കുന്നതാണ് കണ്ടിട്ടുള്ളത്. അപ്പം നമുക്കും അതുപോലെ തേങ്ങാപ്പാലൊക്കെ ഒഴിച്ച് വെച്ച് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ മീൻ കഴുകിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് എന്തായാലും ഹസ്ബൻഡ് തേങ്ങ മിക്സിക്കകത്തിട്ട് അടിച്ച് എനിക്ക് തേങ്ങാപ്പാൽ എടുത്തു വെച്ചിരുന്നു. 1-ാം പാലും 2-ാം പാലും നല്ലോണം എടുത്തു വെച്ചിരുന്നു. അപ്പം ഈ പാലിനകത്ത് തന്നെയാണ് നമ്മൾ മീൻ മൊത്തം വേവിച്ചെടുക്കുന്നത്. അപ്പം 2-ാം പാൽ കുറച്ചേറെ എടുക്കണം. അതിനകത്ത് മൊത്തം വേവിച്ച് നല്ലോണം വെന്ത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ലാസ്റ്റിൽ തേങ്ങാപ്പാൽ 1-ാം പാൽ ഒഴിക്കുന്നത്. അപ്പം തേങ്ങാപ്പാൽ 2-ാം പാൽ കുറച്ച് എടുത്തു വെച്ചുള്ളായിരുന്നു. പിന്നെ ഞാൻ കുറച്ചുകൂടെ ഒന്ന് വെള്ളം ഒഴിച്ച് ഒന്നുകൂടെ അടിച്ച് കുറച്ചുകൂടെ ലൂസാക്കി എടുത്തിട്ടാണ് എടുത്തത്. അപ്പം നമുക്ക് തേങ്ങാപ്പാലാണ് പ്രധാനമായിട്ടും വേണ്ടുന്നത്. പിന്നെ ബാക്കി നമുക്ക് മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള കൊച്ചുള്ളി, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില അതെല്ലാമാണ് വേണ്ടുന്നത്. അപ്പം നമ്മൾ മീനെല്ലാം വൃത്തിയാക്കി കഴുകി എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. വലിയ മീനെയൊക്കെ ഒന്ന് ചെറിയ പീസാക്കിയിട്ടുണ്ട്. പിന്നെ നമുക്ക് കറിക്ക് ആവശ്യമായിട്ടുള്ള മസാല തയ്യാറാക്കാൻ കൊച്ചുള്ളി, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, തക്കാളി, കറിവേപ്പില ഇതെല്ലാം ആവശ്യത്തിന് എടുത്തു വച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പാത്രം ചൂടാക്കി അതിൽ വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണ ചൂടാകുമ്പോഴത്തേക്ക് കടുകും ഉലുവയും കൂടി ഇട്ട് പൊട്ടിക്കണം. അത് പൊട്ടി വരുമ്പോഴത്തേക്ക് പിന്നെ നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന കൊച്ചുള്ളിയും വെളുത്തുള്ളിയും അതെല്ലാം കൂടെ ഒരുമിച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കണം. വെളുത്തുള്ളി, ഇഞ്ചിയും പച്ചമുളകും അതെല്ലാം കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതെല്ലാം ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് ലാസ്റ്റിൽ കുറച്ചുകൂടെ ഒന്ന് ആയിക്കഴിഞ്ഞിട്ട് തക്കാളിക്ക് ഇട്ട് കൊടുത്താൽ മതി. എന്നിട്ട് പിന്നെ നമുക്ക് ആവശ്യമായിട്ടുള്ള പൊടികൾ ഇത് വഴറ്റുമ്പോൾ തന്നെ ആവശ്യത്തിന് നമുക്ക് ഉപ്പുകൂടി ഇട്ട് കൊടുക്കണം. പിന്നെ നമുക്ക് ആവശ്യത്തിന് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതിപ്പം ഞാൻ എൻ്റെ ഒരു കണക്കനുസരിച്ച് അങ്ങ് ഇടുക. നമ്മുടെ അധികം എരിയൊന്നും വേണ്ട. കുറച്ച് എരിവില്ലാത്ത മുളക് പൊടി നമ്മൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ കുറച്ച് മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി അതെല്ലാം കൂടെ ഇട്ട് മസാലയിട്ടിട്ട് വഴറ്റിയെടുത്ത് അത് നല്ലോണം വഴറ്റിയെടുത്തതിന് ശേഷം നമുക്ക് എടുത്തു വച്ചിരിക്കുന്ന തേങ്ങാപ്പാൽ ഒഴിച്ച് കൊടുക്കണം. 2-ാം പാൽ ഒഴിച്ച് പാലൊഴിച്ച് നല്ലോണം തിളപ്പിക്കണം. ആ പാലൊഴിച്ചൊന്ന് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങളും കൂടെ പറക്കിയിട്ടൊന്ന് കൊടുക്കാം. മുളക് പൊടിയുടെ കണക്ക് ഞാൻ പറയാത്തത്, ഇവിടെ ഞാൻ ചെറിയ സ്പൂണ് ഞാൻ കുറച്ച് മുളക് പൊടി അതനുസരിച്ചുള്ള മല്ലിപ്പൊടിയാണ് എടുത്തേക്കുന്നത്. പിന്നെ നമുക്ക് പുളിക്ക് ആവശ്യമായിട്ട് മീൻ പുളിയും കൂടെ ഇട്ട് പിന്നെ എട്ടും പുളിയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തേങ്ങാപ്പാൽ ഒഴിക്കാം. തേങ്ങാപ്പാൽ ഒഴിച്ച് മസാലയുമായിട്ട് നല്ലോണം മിക്സ് ചെയ്യണം. മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് അടച്ചു വെച്ച് തിള വരുമ്പോഴത്തേക്ക് നമുക്ക് മീൻ കഷ്ണങ്ങളും കൂടെ പറക്കിയിട്ട് കൊടുക്കാം. അപ്പം കുറച്ചൊന്ന് തിളയ്ക്കുമ്പോഴത്തേക്ക് നല്ല കുറുകിയുള്ള ഗ്രേവി കിട്ടും. നല്ല ടേസ്റ്റാണ്. ഞാൻ ഇതുവരെ കഴിച്ചിട്ടും ഇല്ല, പിന്നെ വീട്ടിലുണ്ടാക്കി നോക്കിയിട്ടും ഇല്ല. അപ്പം ഇത് ആദ്യമായിട്ടാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അതിൻ്റെ ടേസ്റ്റ് ഇങ്ങനെ തന്നെ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. നല്ല ടേസ്റ്റായിരുന്നു. ഞാനിതുവരെ കഴിച്ചിട്ടില്ലാത്ത ടേസ്റ്റായിരുന്നു. അപ്പം എനിക്കിഷ്ടപ്പെട്ടു. അപ്പോൾ നീ എല്ലാ മീനും കിട്ടിയാലും ഇങ്ങനെ തേങ്ങാപ്പാൽ ഒഴിച്ച് വെച്ചാൽ കൊള്ളാമെന്ന് ഞാൻ പറയുമായിരുന്നു. അപ്പം ഇത് ഇങ്ങനെ വെക്കുന്ന അടിപൊളി ടേസ്റ്റാണ്. ആവശ്യത്തിന് പുളിയും ഉപ്പും എരിവും എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ നമുക്കൊന്ന് അടച്ചു വെച്ച് ഒന്ന് വേവിച്ചെടുത്ത് പെട്ടെന്ന് വെന്ത് കിട്ടും ഈ മീൻ. ഇനി നമുക്ക് ഇത് തിളച്ച് വന്നിട്ട് ഒന്ന് പറ്റി കഴിയുമ്പോഴത്തേക്ക് ഗ്രേവി നല്ലോണം കുറുകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് വാങ്ങാറാകുമ്പോഴത്തേക്ക് നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന 1-ാം പാലും കൂടി ഒഴിച്ച് ഇളക്കിയെടുക്കാം. അപ്പോൾ അതിന് മുമ്പ് കുറച്ച് കറിവേപ്പിലയും വെളിച്ചെണ്ണയും ഒക്കെ ഒഴിച്ചിട്ട് 1-ാം പാലും കൂടി ഒഴിച്ച് നമുക്ക് ഒന്ന് ചുറ്റിച്ച് എടുക്കാം. എന്നിട്ടത് വാങ്ങി വെക്കാം. പിന്നെ നമ്മൾ വൈകുന്നേരമാണ് ഉണ്ടാക്കിയത്, രാത്രിയിലാണ് ഉണ്ടാക്കിയത്. അപ്പം രാത്രിയിൽ ചോറിൻ്റെ കൂടെ നമ്മൾ ഇതാണ് കഴിച്ചത്. ചോറും ഇതും മാത്രം മതി.
ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്, പക്ഷേ ഇച്ചിരി മെനക്കെടുന്ന പാട് തേങ്ങാപ്പാൽ എടുക്കാനും ഇത് കഴുകി വൃത്തിയാക്കാനേ ഉള്ളൂ. എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു ഈ മീൻകറി, വീട്ടിലെല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. അപ്പം ഇതും ചൂട് ചോറും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരുന്നു. അപ്പോൾ അങ്ങനെ ഞങ്ങൾ കരിമീൻ കറി ഉണ്ടാക്കി ആദ്യമായിട്ട്, എനിക്കിഷ്ടപ്പെട്ടു. അപ്പം ചൂട് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ കരിമീൻ കറി ഉണ്ടാക്കുന്ന വീഡിയോ. അപ്പം വീഡിയോ ഇഷ്ടപ്പെടുന്നെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും വേണം. എല്ലാവരും കരിമീൻ വാങ്ങിക്കുന്നെങ്കിൽ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ്.